കഴിഞ്ഞ ദിവസം ഏരിയ ആൻഡ് ഇറ്റ്സ് ബൗണ്ടറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് ഏരിയ എന്നും എന്താണ് പെരിമീറ്റർ എന്നും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചോദ്യം ഒന്ന് വേഗം നോക്കിയാലോ. ഏരിയ ആൻഡ് ഇറ്റ്സ് ബൗണ്ടറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യണം, കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നോക്കിയേ, ഈ ടേബിളില് ആദ്യം എന്താ സംഭവിക്കുന്നത്? സാനിയും മാനവും ആരുഷിയും കബീറും ഒക്കെ എന്ത് ചെയ്യാണ്? ക്രിസ്മസിന് കാർഡുകൾ ഉണ്ടാക്കുകയാണ്. ക്രിസ്മസ് കാർഡ് അല്ലെ, നമ്മളൊക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ കാർഡ്സ്. അതേപോലെ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുവാണ്. അപ്പൊ ഈ കാർഡ് ഉണ്ടാക്കാൻ എല്ലാവരും എന്ത് ചെയ്തു? ഓരോ കാർഡ് ബോർഡ് എടുത്തു, ഓരോ A4 പേപ്പറോ ചാർട്ട് പേപ്പറോ എന്തോ ആട്ടെ എടുത്തു. അതിന്റെ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. ചോദ്യം ഇതിന്റെ പെരിമീറ്ററും ഏരിയയും എത്രയാണ്? അപ്പൊ നോക്കി, ആദ്യം നമ്മുടെ സാനിയക്കുട്ടിയാണ് എടുത്തത്. സാനിയക്കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാർഡ് ബോർഡ് എടുത്തു. അതിന്റെ റെക്ടാങ്കിൾ ഷേപ്പുള്ള ഒരു കാർഡ് ബോർഡ് എടുത്തു. അതിന്റെ നീളം അഥവാ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററും ആണ് അല്ലേ? അപ്പൊ നമുക്കറിയാം, ഒരു മിനിറ്റ്. അപ്പൊ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലേ? അതേപോലെ ഇവിടെ 8 ആവുന്ന സമയത്ത് ഇവിടെ എന്ത് തന്നെ വരുള്ളൂ? 8 തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പൊ 10 10 8 8. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? എല്ലാ ലെങ്ത്തും കൂടി സം ചെയ്താൽ മതി. 10 10 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് 8 എന്തായിരിക്കും? 18 അല്ലെ? 18 പ്ലസ് 18 അതായത് 36 സെന്റിമീറ്റർ. ഇവിടെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 36 സെന്റിമീറ്റർ. ഏരിയ എന്തായിരിക്കും? ഏരിയ കാണാൻ മക്കളെ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യേണ്ടത് അല്ലെ? ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 10 ഇൻറ്റു 8 80 സെന്റിമീറ്റർ സ്ക്വയർ. 80 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ മറന്നു പോകരുത്. റെഡി? അപ്പൊ ഒന്നാമത്തെ ചോദ്യമായി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? നമുക്കിത് റബ്ബ് ചെയ്യാം. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ മാനവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റെക്ടാങ്കിൾ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു റെക്ടാങ്കിൾ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ ആണ്. ഇവിടെ ബ്രെഡ്ത്ത് തന്നിട്ടില്ല, വിഡ്ത്ത് തന്നിട്ടില്ല. ഓപ്പോസിറ്റും എന്ത് തന്നെയായിരിക്കും? 11 സെന്റിമീറ്റർ ആയിരിക്കും. ഇതും അറിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, പെരിമീറ്റർ 44 ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡുകളും സം ചെയ്യണം. 11 പ്ലസ് 11 എന്താണ്? 22 ആണ്. പ്ലസ് ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 44 എന്ന് കിട്ടും. 22ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുമ്പോൾ 44 കിട്ടും. ആ നമ്പർ വേറെ ആരുമല്ല, ആരാണ്? 22 തന്നെയാണ് അല്ലെ? 22 പ്ലസ് 22 അല്ലേ 44? അപ്പൊ 22. അപ്പൊ ഈ 22 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ രണ്ട് സൈഡുകളുടെയും സമ്മാണ് 22. അപ്പൊ ഒരു സൈഡ് എന്തായിരിക്കും? 11. ഇവിടെയും 11. 11 സെന്റിമീറ്റർ, ഇവിടെയും 11 സെന്റിമീറ്റർ. അപ്പൊ വിഡ്ത്ത് എത്രയാണ്? 11 സെന്റിമീറ്റർ. അപ്പൊ ഏരിയ എന്ത് വരും? 11 ഇൻറ്റു 11 അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 121 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, റെഡി? അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ഇതേപോലെ ഒരു റെക്ടാങ്കിൾ ഷീറ്റ് ഓഫ് പേപ്പർ ആരെടുത്തു? നമ്മുടെ ആരുഷി എടുത്തു. ആരുഷി എടുത്തു. അതിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. പിന്നെ തന്നത് ഏരിയ ആണ്. ഏരിയ 80. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഗുണിക്കണം വീതിയാണ്. അപ്പൊ നീളം അതായത് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, വിഡ്ത്ത് നമുക്കറിയാം 8 ആണ്. അപ്പം ഏതോ ഒരു നമ്പർ ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 80 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, ഏതോ ഒരു നമ്പർ ഇൻറ്റു 8 ചെയ്തപ്പോ 80 കിട്ടി. അപ്പൊ ഏതായിരിക്കും ആ നമ്പർ? വേറെ ആരുമല്ല, അത് 10 ആണ്. 10 ഇൻറ്റു 8 അല്ലേ 80. അപ്പൊ ഇവിടെ എന്ത് വരും? 10 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോ 10 സെന്റിമീറ്റർ 80. അപ്പൊ ഇതെന്താണ്? 10 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? ഇവിടെ 10 ആവുമ്പോ ഇവിടെയും 10 ആണ്, ഇവിടെ 8 ആവുമ്പോ ഇവിടെയും 8 ആണ്. അപ്പൊ എന്ത് വരും? 10 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് 8, 18 പ്ലസ് 18 36 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, റെഡി?
ഇനി അവസാനത്തെ ചോദ്യം നോക്കി. നമ്മുടെ കയ്യിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ട്. ആ പേപ്പറിന്റെ ലെങ്ത്തും തന്നിട്ടില്ല, ബ്രെഡ്ത്തും തന്നിട്ടില്ല. പക്ഷെ ഏരിയ, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ 100 ആണ്. അതേപോലെ എല്ലാ സൈഡുകളും സമ്മ് ചെയ്താൽ 40 ആണ്. ഏതായിരിക്കും ആ നമ്പർ? അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഏത് 2 നമ്പറുകൾ ഗുണിച്ചാലാണ് 100 കിട്ടുക? ഏതൊക്കെ 2 നമ്പർ ഗുണിച്ചാലാണ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് 10 ഇൻറ്റു 10 ചെയ്താൽ 100 കിട്ടും എന്നറിയാം അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും എന്താവണം? 10 സെന്റിമീറ്റർ, ഇതും 10 സെന്റിമീറ്റർ. 100 ആണ്. പക്ഷെ പെരിമീറ്റർ എന്താവണം? 40 ആവണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 10ഉം 10ഉം ആണ് എങ്കിൽ ഈ ഒരു സ്ക്വയർ, ഇതൊരു സ്ക്വയർ ആയിട്ട് മാറും അല്ലെ? ഇതിന്റെ സൈഡ് 10ഉം ഇതും 10 ആണ്. ഇതിന്റെ പെരിമീറ്റർ എത്രയാന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അത് തന്നെ 40 തന്നെയാണോ, അതായത് ഇതിന്റെ ആൻസർ 10 and 10 ആണോ എന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോക്കിയിട്ട് അത് കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. പിന്നെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂഷൻ ഉള്ളത്? ഏതെങ്കിലും ചാപ്റ്ററിൽ കൺഫ്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ അറിയാത്തതുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കമന്റിലൂടെ നമ്മളെ അറിയിക്കുക. ഓക്കെ, സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ബൈ.